ഹിറ്റാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഇമോഷണലാവും. ഹിറ്റായില്ലെങ്കിൽ അന്ന് വാശിക്ക് പോയി 2 ദിവസം ഷട്ടിൽ കളിക്കുന്നു അല്ലേ? അന്ന് പറ്റാത്ത ടെൻഷൻ ഉണ്ടാവും, ഇല്ലാന്നും പറയില്ല. അങ്ങനെ മറ്റേ പടം ഞാൻ കണ്ടു. എന്ത് പറയും? പടം കണ്ടു, കുഴപ്പമില്ലടാ. അത് ആശ്വസിപ്പിക്കലാണ്. പുള്ളി ആദ്യം സിനിമ കാണുമ്പോൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഇതൊക്കെ നേരെ ഇന്റർവ്യൂലൊക്കെ പുള്ളി കൊള്ളാമല്ലോ. അത് കഴിഞ്ഞിട്ടൊക്കെ പുള്ളി ഇങ്ങനെയൊക്കെ ഇരുന്ന്, അപ്പൊ അത് നമുക്ക് ഓരോ ആ ഒരു സംഭവം മാറുന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിലായി. ഹായ് സുരാജ് ചേട്ടാ. ഹായ് ചാക്കോച്ചാ. വെൽക്കം ടു കമ്പാനിയൻ സൗത്ത്. ഇതിപ്പോ ഫസ്റ്റ് ഒരു കാര്യം ചോദിച്ചു സുരാജ് ചേട്ടൻ്റെ അടുത്ത്. ചാക്കോച്ചിനെ പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ ചാക്കോച്ചനല്ല, ഇപ്പൊ ഫ്രണ്ടായി കഴിഞ്ഞിട്ടുള്ള ചാക്കോച്ചനല്ല, പക്ഷെ ജനറലി ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തോട്ട് എന്താ മനസ്സിൽ വരുന്നത്? സ്പ്ലെൻഡർ. എക്സാക്ട്ലി. എനിക്കും ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുൾ സമയം ആ പാട്ടിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് രാജമല്ലി രാജമല്ലി. അപ്പൊ ഞാൻ പുള്ളിയുടെ പടം കണ്ടിട്ടാണ് സ്പ്ലെൻഡർ ആദ്യമായിട്ട് വാങ്ങുന്നത്. ഒരു വാഹനം സ്വന്തമാക്കുന്ന സ്പ്ലെൻഡർ. ആ സ്പ്ലെൻഡറിനോടുള്ള കമ്പം തോന്നിയത് ചാക്കോച്ചനോടുള്ള ഇഷ്ടവും ആരാധനയും. ഫസ്റ്റ് ബൈക്ക് ഏതായിരുന്നു? ഫസ്റ്റ് ബൈക്ക്. എത്ര കൊല്ലം ഉണ്ടായിരുന്നത് അത്? ഞാൻ കാറ് വാങ്ങാൻ സമയത്തൊക്കെയാണ് അത് കൊടുത്തത്. 2005 മറ്റാണ് കൊടുത്തത്. അതുവരെ ഉണ്ടായിരുന്നു. ചാക്കോച്ചൻ വാങ്ങിയല്ലേ അതേ ബൈക്ക്? അതേ ബൈക്ക് മേടിച്ചു. ഓടിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ബൈക്ക്? അനിത്യപ്രാവലി ഉപയോഗിച്ചിരുന്ന അതേ ബൈക്ക് തന്നെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് നമ്മുടെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഓടിക്കും. ഭയങ്കര സ്മൂത്താ ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പോഴും നല്ല കണ്ടീഷനിലായിട്ട്. അത് ഒരു ആലപ്പുഴക്കാരൻ തന്നെയായിരുന്നു. ആദ്യം കൊണ്ടുപോയി കൊടുത്ത് പിന്നെ നിങ്ങൾ അറിഞ്ഞ് തിരിച്ച് മേടിച്ചു? അല്ല, വേറെ ആരാണ് വാങ്ങിച്ചേ? അപ്പൊ ഷോറൂമിൽ ഉണ്ടായിരുന്ന ബൈക്കായിരുന്നു. അത് ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നു. അതിന്റെ ഷോറൂമുകാർ തിരിച്ചെടുത്തു. എന്നിട്ട് ആ ബൈക്ക് വേറെ ആരും മേടിച്ചു. പക്ഷെ പടം ഇങ്ങനെ കൊളുത്തുനിന്ന് ആരും വിചാരിച്ചില്ലല്ലോ. ഷോറൂമുകാരും പോലും വിചാരിച്ചില്ലല്ലോ. ഹോണ്ട കമ്പനിക്കാരും പോലും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ സ്പ്ലെൻഡർ ഇത്രയും ഒരു സംഭവം. അപ്പൊ അത് അവിടെ തന്നെ ഈസ്റ്റ് വെനീസ് മോട്ടോഴ്സ് എന്നായിരുന്നു അതിന്റെ പേര്, ഡീലറിന്റെ പേര്. അപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ, ബോണി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ തന്നെയായിരുന്നു ഈ വണ്ടി. അപ്പോൾ പുള്ളി ഈ വണ്ടിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര കുട്ടപ്പനാക്കി മിൻ കണ്ടീഷനിലായിരുന്നു. അപ്പൊ എന്റെ കൈ കിട്ടുമ്പോൾ കിട്ടിയ പോലെ തന്നെ എന്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും നന്നായിട്ട് എനിക്കറിയില്ല. നല്ല ഉഗ്രം കണ്ടീഷനിൽ നല്ല സ്മൂത്താ ഓടിക്കാനായിട്ട്, ഭയങ്കര. അല്ല, അതുപോലെ തന്നെ എനിക്കും ബൈക്ക് വാങ്ങിക്കാൻ സ്വപ്നം തന്നെ ആ നിറത്തിലെ CBC ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴായിരുന്നു എപ്പോഴെങ്കിലും ഒക്കെ ഒരു ബൈക്ക് വാങ്ങിക്കണമല്ലോ എന്ന് അങ്ങനത്തെ ഒരു കാര്യം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഈ സിനിമനെ പറ്റി തന്നെ തിരിച്ചോട്ട് വരുമ്പോൾ ഈ ന്യൂസ് വായിച്ച ഓർമ്മയുണ്ടോ? ആ സമയത്ത് സംഭവിച്ച സമയത്ത് എനിക്കൊക്കെ ഇത് അല്ലാണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് യൂട്യൂബിൽ കണ്ടതായിട്ടോ അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട്. അന്ന് വായിച്ച ഓർമ്മയുണ്ടോ? പിന്നെ അപ്പൊ ഇതിന്റെ കഥ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അറിയോ ഇതിനെ പറ്റിയായിരിക്കും, എന്തായിരിക്കും കഥ എന്നുള്ളൊരു ഐഡിയ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഐഡിയ അല്ല, ക്യൂരിയോസിറ്റി ആയിരുന്നു. സാധാരണ സിംഹക്കൂട്ടിൽ ഒരാൾ വീണ് കഴിഞ്ഞാല് ഭയങ്കര ഡാർക്കല്ലേ, അത് ഇങ്ങനെ ഹ്യൂമർ ആകുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലായി. അതായത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും നല്ല സിറ്റുവേഷനിലുള്ള ഹ്യൂമർ ചെയ്തിട്ടില്ല പടത്തിൽ. അല്ല, പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡയറക്റ്റ് ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഒരു ആക്ടർ, മറ്റേ ഒരു പ്രൊഡ്യൂസർ അങ്ങനത്തെ രീതിയിൽ അല്ലെങ്കിൽ തന്നെ പേപ്പർ വായിക്കുമ്പോൾ എപ്പോഴും ഇതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ TV ന്യൂസ് കാണുമ്പോൾ ഇത് സിനിമയ്ക്ക് നല്ലതായിരിക്കുമോ, ഇത് ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടൊരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, അങ്ങനത്തെ ഒരു കാര്യം എപ്പോഴും കോൺസ്റ്റന്റ്ലി ഉണ്ടാവുമോ? അതൊക്കെ ഞാനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. നമുക്ക് തോന്നും ഇത് നല്ല ഐഡിയ ആണല്ലോ, നല്ല രസമാണല്ലോ, പക്ഷെ എല്ലാം സിനിമയാക്കാൻ പറ്റില്ലല്ലോ. അതെപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ അത്? ചില സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുമ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ, പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ഇതിനേക്കാളും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അത് സിനിമയിൽ നമുക്ക് ഒരിക്കലും കാണിക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയൽ ലൈഫിൽ നിന്ന് അതിന്റെ ചെറിയൊരു അംശമാണ് സിനിമയിലൂടെ കാണുന്നത്. ഒറിജിനൽ നടക്കുന്നത് എന്താ, അത് കാണിച്ചാൽ ആൾക്കാർ വിശ്വസിക്കാൻ പോകുന്നില്ല. റിയലാന്ന് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ലോകം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗറുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പല രാജ്യങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് പല കാലങ്ങളിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ അടുത്ത്
തന്നെ എനിക്കൊന്ന് തിരുപ്പതിയിലും കണ്ട് സംഭവിച്ചു, ഡൽഹിയോ ഡൽഹിയില് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എനിക്കൊന്ന് 6 കൊല്ലം മുമ്പ് കണ്ടാണ് ട്രിവാൻഡ്രത്ത് ഈ സംഭവം. ഇതേ അവസ്ഥ മനഃപൂർവ്വം ചാടുന്നേ. പല കള്ളുപിടിച്ച് ചാടുന്നവരുണ്ട്, സെൽഫി എടുക്കാൻ വേണ്ടി ചാടുന്നവരുണ്ട്, ചുമ്മാ നിന്ന് കൂട്ടത്തിൽ കയറി അടുത്ത് കാണാന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് വഴുതിച്ച് അങ്ങനെ പെട്ടവരുണ്ട്. പല പല സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഈ സിംഹത്തിന്റെ ഓപ്പൺ എൻക്ലോഷറിൽ വീണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ പെട്ടുപോയ ഒരാളെന്ന് പറയുമ്പോൾ സംഭവം ആർക്കാണെന്ന് വിചാരിക്കും. പക്ഷെ ഇതിനെ എങ്ങനെ ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു USP. പ്ലസ് ഈ സിംഹം എന്ന കഥാപാത്രവും അതിനെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും സമയം എടുത്തത്. VFX കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ടീസർ കണ്ടപ്പോൾ ആൾക്കാർക്ക് സിംഹത്തിന് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, അത് എന്തെങ്കിലും റിയൽ ആണോ? ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ സിംഹം അടിപൊളി, കണ്ടപ്പോ തന്നെ ക്രഷ് അടിച്ചു പോയി. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം കൂടിയാണ് ശരിക്കും നമ്മള്. കാരണം മെയിൻ ഐറ്റം എന്ന് പറയുന്നത് സിംഹമാണ്. സിംഹം കംപ്ലീറ്റ് പോയി. അപ്പൊ സിംഹത്തിനോട് ഇഷ്ടം ശരിക്കുള്ള ഈ ലെവലൊന്നും ഉണ്ടാവില്ല അല്ലേ സിംഹം? ശരിക്കും ഒറിജിനൽ സാധനം അത്. അത് നല്ല ഇത് മാത്രമല്ല, ഹോളിവുഡിലൊക്കെ അഭിനയിച്ച ഇദ്രിസ് ആൽബയുടെ കൂടെ ബീസ്റ്റ് എന്ന് പറയുന്ന അഭിനയിച്ചു. അക്ഷയ് കുമാറിന്റെ കൂടെ പൃഥ്വിരാജ് ചൗഹാൻ എന്നുള്ള ഹിന്ദി സിനിമയിൽ അഭിനയിച്ചു. എന്നിട്ടാണ് സിനിമയിൽ ഋഷുരാജ് വെഞ്ഞാറമൂളിന്റെ എന്റെയും കൂടെ അഭിനയിക്കുന്നു. ഇന്റർനാഷണൽ ലെവലുള്ള ആക്ടറാണ് ഈ സിംഹം. മോജോ എന്നാണ് പേര്. ആഫ്രിക്കക്കാരനാണ്. നമ്മളെക്കാളും ക്യാമറ സെൻസ് ഒക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. അല്ല, പക്ഷെ ഇത് ശരിക്കും ഒരു സെറ്റിൽ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ ഒരു സെറ്റിൽ ഇതുപോലത്തെ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്രീച്ചറിൻ്റെ കൂടെയൊക്കെ ആക്ട് ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫുൾ അതിൻ്റെ പുറകിലായിരിക്കും ടൈമിങ്ങും പ്ലാനിങ്ങും ഒക്കെ അതിൻ്റെ കൺവീനിയൻസ് നോക്കിയിട്ടായിരിക്കില്ലേ അവിടെ ഷൂട്ട് ചെയ്തത്? അതിൻ്റെ ഒറിജിനൽ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ സിംഹമായിട്ട്. അതല്ലാതെ VFX അത് 3 രീതികളിലാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഒന്ന് നമ്മൾ VFX യൂസ് ചെയ്തിട്ടുണ്ട്. അത് ബ്ലൂ മാറ്റും കാര്യങ്ങളൊക്കെ വെച്ച് അത് ഒരാള് ആ സ്പേസിൽ സിംഹത്തിന്റെ പോലെ ബ്ലൂ മാറ്റൊക്കെ ഇട്ടിട്ട് പുള്ളി ഉണ്ടാവും, ആ സ്പേസിൽ ഉണ്ടാവും. പിന്നെ ആനിമെട്രോണിക്സ് ബോംബെ എന്നാണ് നമ്മൾ ആളെ കൊണ്ടുവരുത്തിയത്. അത് ഈ സിംഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ സിംഹത്തിന്റെ തന്നെ കറക്റ്റ് ഫിഗറും കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റഫ്ഡ് ഡോള് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ചെവി അനക്കാം, കണ്ണ് ചലിപ്പിക്കാം, ഫേഷ്യൽ മസിൽസ് നമുക്ക് മൂവ് ചെയ്യാം. അത് ആക്യുറേറ്റ്, അത് ക്യാമറയിൽ ഷൂട്ടും ചെയ്യുന്നുണ്ട് അവര്. സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒറിജിനൽ സിംഹം. അപ്പൊ ഈ 3 കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ദർശൻ എന്നുള്ള സിംഹത്തെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒറിജിനൽ സിംഹത്തെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് അവിടെയാണ് അതിന്റെ ഇലാക്കയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിന്റെ ഒരു വലിയൊരു ഓപ്പൺ ഏരിയ ഉണ്ട്, കോർഡോൺ ചെയ്തൊരു ഏരിയ ഉണ്ട്. അതിനകത്ത് കൂടുകളിൽ നമ്മളായിരിക്കും, കൂട്ടിനകത്ത് നമ്മളാണ്. മറ്റാളെയും പുറത്ത് ഇങ്ങനെ വിഹരിച്ച് നടക്കും. മറ്റേ ട്രെയിനർ ഉണ്ടാവും കൂടെ. ട്രെയിനർ, ക്യാമറമാൻ. നിങ്ങളെയാണ് അവർ സേഫ് ആക്കാൻ നോക്കണത്. സിംഹത്തിന് സേഫ് ആക്കേണ്ട ആവശ്യം അങ്ങനെയല്ല, വെച്ചാൽ നിങ്ങൾ മാക്സിമം മാറ്റി നിർത്തി. അങ്ങനെ നമ്മളൊക്കെ കൂട്ടിനകത്ത് ഷൂട്ട് ചെയ്യത് ആ സമയത്ത് ഇറക്കും. ജസ്റ്റ് ആ സമയത്ത് മാത്രം പുറത്തിറങ്ങി ജസ്റ്റ് സമയത്ത് നമ്മളെ കൂട്ടിന് തൊട്ട് മുമ്പിൽ ഇറങ്ങി നിൽക്കും. കൂട് തുറന്നിട്ടുണ്ട്. സിംഹം അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും, നമ്മൾ അതിനെ ഫേസ് ചെയ്ത് നിൽക്കും. ക്യാമറ മിഡും സജഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാമറ ടീമുകളൊക്കെ വേറെ കൂട്ടിനകത്തായിരിക്കും. അപ്പൊ ഒരു വര വരച്ചിട്ടുണ്ട്. ആ സിംഹം ആ വരയിലെത്തി നമ്മൾ ഓടി അകത്തോട്ട് കയറിക്കോണം. ഷാജി നടേശനും ഒരു പ്രൊഡ്യൂസർ ഷാജി നടേശൻ ചേട്ടനും ഒരു കൂട്ടിലുണ്ട്. പിന്നെ അവര് കണ്ടിട്ട് പറഞ്ഞു ഇത് കൊള്ളാലോ ഇവിടെ കിടക്കട്ടെ. അല്ല, അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് എത്രത്തോളം അതിന്റെ ഷോട്ട് ശരിയായി കിട്ടണം എന്നുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ ഈ സാധനത്തിനെ പേടിച്ചിട്ടായിരിക്കില്ല ആ സമയത്തൊക്കെ നിൽക്കുന്നേ. ഉറപ്പായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ വരച്ചിട്ട് കൊടുക്കണം. ഈ ട്രെയിനർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, പുള്ളി പറഞ്ഞ പോലെ എല്ലാം അനുസരിക്കും, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഇത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സിംഹം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ബിൽഡപ്പും കാര്യങ്ങളും. ഓക്കെ, കാരണം ഇങ്ങനത്തെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളുടെ കൂടെയാണുള്ളത്. ഇവിടെ ഒരു തോക്കുണ്ട്, എന്തെങ്കിലും ബൈക്ക് വെടിവെക്കാനായിട്ടുള്ളത്. ആള് തന്നെ വെടിവെച്ചു. അപ്പൊ ഒരു ഷോട്ട് എടുക്കുമ്പോൾ ഒരു സ്കഫോൾഡിങ് മേളിൽ പ്ലാറ്റ്ഫോം ഒക്കെ വെച്ചിട്ട് ക്യാമറമാൻ ഇങ്ങനെ നിൽക്കുകയാണ്. സിംഹം താഴെ ഇങ്ങനെ ചാടി വന്ന് ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളിൽ ജസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു ഷോട്ട്. അപ്പോൾ ട്രെയിനറുടെ സൈഡിൽ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ സിംഹം ഒരു 10 അടി
ഹൈറ്റ് ചാടിയാൽ മതി എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ 10 അടി ചാടേണ്ട സിംഹം ഒറ്റ ചാട്ടത്തിൽ 15 അടി ചാടിയെന്ന് വെക്കുക. ഈ ക്യാമറ വെച്ചിരിക്കുന്ന ഒരു 20 അടിയുടെ ഹൈറ്റിലായിരിക്കാം. ഒരു 5 അടി കൂടെ ചാടി കഴിഞ്ഞാൽ ക്യാമറാമാനും ക്യാമറ എല്ലാം ഉണ്ടാവും. ഈ സിംഹം ഈ 10 അടിക്ക് വരും 15 അടി ചാടിയപ്പോൾ തന്നെ ട്രെയിനർ എൻ്റെ അമ്മേ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ചാടി. അപ്പോ ഈ വരയുടെ ഇപ്പുറം വരികയാണെങ്കിൽ ഓടിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ആ വരയുടെ ഇപ്പുറമല്ല, ആ വരയുടെ 4 അയലത്തെ സിംഹം വന്നാൽ തന്നെ നമ്മൾ ചാടി കയറും. കാരണം ട്രെയിനർ പറയുന്ന പോലെ ബോഡി വിടാനുള്ള ഏരിയ അയാൾ വരച്ചിട്ടത്. ഇവിടെയാണ് ബോഡി. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ ആ കഥ കേട്ട സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡൗട്ട്സ് ആയി ചോദിച്ചു? ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെ പറ്റി എന്തൊക്കെ ചോദിച്ചു ഡയറക്ടറിന്റെ അടുത്ത്? അത് അയാള് പറ്റിക്കാത് CG എടുക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ പെടുത്തിയത്. അങ്ങനെ നടന്നേ ഇല്ല. ഒറിജിനലിന്റെ മുമ്പ് കൊണ്ടിട്ട് അടുത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ വേറെ പരിപാടി, ടെക്നിക്കൽ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങളുടെ സിംഹത്തിന്റെ വായിക്കൊണ്ട് തന്നെ ഇട്ടുപോയി. എന്നിട്ട് പുള്ളി ആദ്യം സേഫായി. പുള്ളി ഇരിക്കുന്ന കൂട് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളതൊക്കെ പുള്ളി ആദ്യം അതാണ് ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തത്. പക്ഷെ രസമായിരുന്നു. കാരണം ഈ ഒരു 3 കാര്യങ്ങളും റിയൽ സിംഹവും ആനിമട്രോണിക്സും VFXും ഉൾപ്പെടെ ഇത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ദർശനെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ടീസറിൽ ആൾക്കാരെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഇത് പക്ഷെ എങ്ങനെ ഇതിന്റെ ആക്ടിങ്ങിന്റെ ഒരു ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. കാരണം ഒന്ന്, സിംഹം ഇല്ലാതെ അതിനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഡയലോഗ് പറയണം. ഈ ടൈമിന് അത് വീണ്ടും നോക്കുന്നു എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഐ ലെവലൊക്കെ. ഐ ലെവല്. പിന്നെ അതിന്റെ ഇടയിൽ നമുക്കും ഇവിടെ പ്ലേ ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അവിടെ നോക്കിയിരിക്കണം. അതെല്ലാം നല്ല സ്ട്രെയിനാണ്. അത് ഒരു പ്രാവശ്യം അല്ല, ഒരു 3 പ്രാവശ്യം അതേപോലെ ചെയ്യണം. പ്ലേറ്റ് എടുക്കണം, അതിന്റെ അനിമേഷൻ അങ്ങനെ വെറുതെ എടുക്കണം. അല്ല, അതിപ്പോ അത് ആ പ്രോസസ്സ് എനിക്ക് തോന്നുന്നില്ലല്ലേ. എന്തൊക്കെ ടെക്നോളജി വന്നാലും അത് ഈസി ആക്കാൻ പറ്റില്ലല്ലോ. അതങ്ങനെ തന്നെ ചെയ്താലേ പറ്റൂ. അത് വേറൊരു ട്രിപ്പാണ്. കാരണം അത് നമ്മളൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ബീസ്റ്റിനെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് ഡയറക്ടർ പറയുന്ന പോലെ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് ഞെട്ടിക്കോ ചാടിക്കോ എന്ന് പറയുമ്പോൾ അങ്ങനെ. പക്ഷെ ഞെട്ടിക്കോ ചാടിക്കോ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഈ വളരെ മെക്കാനിക്കലായിട്ട് ചെയ്യുക എന്നതിനപ്പുറം കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് അത് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലാണ് അതിൻ്റെ ഒരു നാക്കിരിക്കുന്നത്. അത് ഇച്ചിരി പാടായിരുന്നു. അത് കാരണം നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ സിംഹത്തിന്റെ രൂപത്തിന് പകരം മറ്റേ ഇതിട്ടിട്ടുള്ള ആളായിരിക്കും നിൽക്കുന്നത്. ചിലപ്പോൾ പേടിക്കേണ്ട ആളെ സിംഹത്തെ കാണുമ്പോൾ നമുക്ക് അതിന് പകരം ഇയാളെ കാണുമ്പോൾ ചിരിയായിരിക്കും വരുന്നത്. അത് വരരുത്, അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. രസമായിരുന്നു. കാണുന്നവർക്ക് ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഇവന്മാര് എന്ത് പ്രാന്താണ് ഷൂട്ടിംഗ് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത് ഷൂട്ടും. അപ്പൊ ഈ വരുന്നവര് 2 പേരും അവിടെ കിടന്ന് ഒന്നുമില്ല, എന്തൊക്കെയോ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. ഇവന്മാർക്ക് വട്ടായോ എന്നൊക്കെ തോന്നാം. ഈ സൂവിന്റെ എൻക്ലോഷർ, ഈ സിംഹത്തിന്റെ എൻക്ലോഷർ നമ്മൾ സെറ്റ് ഇട്ടിരിക്കുകയാണ്. സ്നേക്ക് പാർക്ക്, പരശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ് അതിന്റെ സെറ്റ് ഇട്ടിരുന്നത്. ഫുള്ള് അവിടെയായിരുന്നു ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നമ്മൾ ആദ്യം തന്നെ അവിടെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ആ ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഭയങ്കര രസമാണ്. കിടന്ന് ഉച്ചക്കൊക്കെ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത് നല്ല സുഖമാണ്. മരത്തിന്റെ തണലിലൊക്കെ കിടന്ന് ഉറങ്ങാനൊക്കെ. അത് നമ്മുടെ ഇട്ട സെറ്റാണ്. കുറച്ച് മരങ്ങളൊക്കെ ഒറിജിനലുണ്ട്. ഇപ്പോഴും ആ സെറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഗർൽ സിനിമ ഷൂട്ട് ചെയ്ത സെറ്റാണ്. സിംഹത്തിന്റെ എൻക്ലോഷർ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ സിംഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അവരെ സൗണ്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സിംഹം ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഞാൻ ടീച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇതിപ്പോ അല്ലെ ബേസിക്കലി ചാക്കോച്ചന്റെ ഒരു ഡ്രങ്ക് ക്യാരക്ടർ അല്ലേ. ഡ്രങ്ക് ആയതുകൊണ്ടാണ് അതിലോട്ട് ചാടുന്നത്. ആൻഡ് അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ടീച്ചർ എത്ര ഷോർട്ട് ആണെങ്കിലും ഏകദേശം 1-2 ദിവസം നടക്കേണ്ട ഇവന്റ്സ് ആയിരിക്കുമല്ലോ സിനിമയുടെ ഒരു എക്സ്റ്റൻഷൻ. അപ്പൊ ഈ ഒരു ദിവസത്തെ ഒരു ഫുൾ സ്ട്രെച്ചില് അത് ഷൂട്ട് ചെയ്യണത് 60-70 ദിവസമായിട്ടുണ്ടാവുമല്ലോ. ആ 70-60 ദിവസം ആ ഒരു ഡ്രങ്ക് പെർഫോമൻസ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലേ, ഒരേ ലെവലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും ദിവസം ചെയ്യണ ഒരു ആക്ടിങ് വൈസ് ഇതൊരു ചാലഞ്ച് ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ജനറലി ഒരു കോമഡി സീൻ, ഒരു സീനൊക്കെ ആയിരിക്കുമല്ലോ ത്രൂ ഔട്ട് ദ മൂവി. ബേസിക്കലി ഇത് ഞാൻ ടീറ്റോട്ടലാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഈ ഒരു ക്യാരക്ടറിലേക്ക് കയറാൻ പറ്റും എന്നുള്ളത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം സുരാജ് കൂടെ ഉണ്ടായിരുന്നു. അല്ല സുരാജ് ഏട്ടൻ അതിൻ്റെ ഒരു മാസ്റ്റർ അല്ലേ? എന്താ മറ്റേ ദാമു അല്ലെങ്കിൽ മറ്റേ നമ്മള് പലപ്പോഴും സ്റ്റേജുകളിൽ കണ്ടിട്ടുണ്ട്. ഈവൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത കൊച്ചവ പോലെയില് പുള്ളിയുടെ ഒരു ക്യാരക്ടറാണ്. അന്ന് ഈ പറയുന്ന പുള്ളിയുടെ ഒരു കുണുക്കലും കാര്യങ്ങളും ഒക്കെ നമ്മള് അടുത്ത് ജസ്റ്റ് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞത്.
അപ്പോൾ അത് സുരാജ് കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ല പക്ഷെ എല്ലാ ദിവസവും അതേ ഒരു കൺസിസ്റ്റന്റ് ലെവലിൽ തന്നെ ഇതിൽ വേരിയേഷൻസ് ഉണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറയും. അതൊക്കെയാണ് അതിന്റെ ഒരു മെയിൻ ഏരിയ. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു വേറൊരു രീതിയിലോട്ട് കഥ പോകുന്നുണ്ട്. ഒരു ത്രില്ലർ സോൺ ഉണ്ടാവുമല്ലോ. ഇത് ശരിക്കും ഞങ്ങളൊരു സർവൈവൽ ത്രില്ലർ കോമഡി പുതിയൊരു ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. സർവൈവൽ ഉണ്ട് ഇതില്, കുറച്ച് ത്രില്ലും പരിപാടികൾ, ത്രില്ലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ട്. ബട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫുൾ ഹ്യൂമർ ആംബിയൻസിലാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഇതിന് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ആൾക്കാർ എല്ലാ ടൈപ്പ് സിനിമകളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ശരിയാണ്. അത് അവരെ എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ട്, അവരെ എൻഗ്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ആ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിട്ട് വരണമെന്നാണ് ആഗ്രഹം. അത് ഇതിപ്പോൾ ഈ ഡയറക്ടർ സ്ക്രിപ്റ്റ് അയച്ചു തരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതൊരു വൺ ലൈൻ ആയിട്ട് പറയുമ്പോൾ പറഞ്ഞത് ചിലപ്പോൾ അല്ലേ ഒരാൾ ഒരു സിംഹത്തിൻ്റെ കൂട്ടിലോട്ട് എടുത്ത് ചാടി കഴിഞ്ഞിട്ട് സംഭവിക്കണ കഥ എന്നായിരിക്കും പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കണ ഒരു സമയം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കണ സമയം വരെ നിങ്ങളൊരു കഥ ഇമാജിൻ ചെയ്തിട്ടുണ്ടാവില്ലേ? അതായിട്ട് നോക്കുമ്പോൾ ഇത് എത്രത്തോളം ഡിഫറെൻ്റ് ആണ്? ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നോ? വിചാരിച്ച കഥയേ അല്ല ഇത് അവസാനം കേട്ടത്. അതെ, ചാടുന്ന ആ പ്രോസസ്സിങ് ഭയങ്കര ഡേഞ്ചർ സാധനമല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ചിരി കിട്ടുമോ, ഇത് ആൾക്കാർ ഇതെങ്ങനെ സിനിമയാവും. കറക്റ്റ്. അതുകൊണ്ടാണ് അവിടെ ഒരു ഇതിന്റെ മുമ്പ് ചാടി ഒറിജിനൽ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈശ്വര ഇത് എന്താവും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ഹ്യൂമർ വർക്ക് ആവും എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഇത് മാത്രമല്ല, ഈ രണ്ടുപേരും ഉണ്ടാക്കി വെച്ച വേറെ ഇഷ്യൂസ് ഉണ്ട്, അതിൽ പെട്ടുപോകുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഫുൾ ഇങ്ങനെ സിറ്റുവേഷൻ ഹ്യൂമറാണ്. ഇവിടെ മാത്രമല്ല പരിപാടി നടക്കുന്നത്, ഇവന്മാരുടെ ഫാമിലീസ് അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നമുണ്ട്. ഇതിന്റെ ഈ സൂല ആൾക്കാർ അനുഭവിക്കുന്നു. ഞാൻ സൂല ആളാ, ഇതിന്റെ സൂപ്പർവൈസറാ. സീരിയസ് ക്യാരക്ടർ അല്ലേ? സീരിയസ് ആയിട്ട് തന്നെ എല്ലാരും ചെയ്തേക്കുന്നത്. സിറ്റുവേഷൻ ഫുൾ ഫണ്ണാ. ഇതില് പുള്ളിയുടെ ഫാമിലി ലൈഫിന്റെ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നുണ്ട്, എന്റെ ഒരു ലവ് ലൈഫിന്റെ ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, സൊസൈറ്റിയിലെ കുറച്ച് ലേയേഴ്സ് ഒക്കെ നമ്മൾ ഇതിലോട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് മാത്രം നടക്കുന്ന ഒരു സിനിമയായിട്ട് നമ്മൾ ഇതിനെ ചുരുക്കേണ്ട കാര്യമില്ല. ഇതൊരു സൂയിൽ പോയ പരിപാടി എല്ലാം ഉണ്ട്. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ്, ഏതാണ് കൂടുതൽ ഇഷ്ടം? സ്ക്രിപ്റ്റ് വായിക്കലാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കേൾക്കലാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് എനിക്ക് കേൾക്കുന്നതാണ് ഇഷ്ടം, എന്നിട്ട് വായിക്കും. രണ്ടും ചെയ്യണം. പിന്നെ വായിക്കുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ ഏകദേശം? എന്നാലും പറയുന്നതും അതിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എഴുതുന്ന ഫുള്ളൊന്ന് നോക്കും. രണ്ടും ചാക്കോച്ചനോ? രണ്ടും ചെയ്യണം. ഓക്കെ, പിന്നെ വായിക്കില്ല, ഇല്ല അപ്പൊ തന്നെ ഭയങ്കര ഓർമ്മയിൽ നിൽക്കും എല്ലാ കാര്യങ്ങളും. അത് നമ്മൾ വായിക്കാറുണ്ട്, വായിച്ച് കേൾക്കാറുണ്ട്. അത് ഓരോരുത്തരുടെ രീതികൾ അനുസരിച്ചായിരിക്കും. ചിലർക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. കാരണം അവർ ചെയ്യാൻ പോകുന്ന രീതിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരിക്കും. ഇപ്പൊ സ്ക്രിപ്റ്റ് തന്നാലുള്ള ഒരു പ്ലസ് മൈനസ് എന്താണെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വിഷ്വൽ സെൻസ് അല്ലെങ്കിൽ ലിമിറ്റിനനുസരിച്ച് നമുക്കത് വിഭാവന ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ മേളിലാണ് ഡയറക്ടർ അത് എടുക്കുന്നതെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം അത് വേറൊരു പക്ഷെ ഒരു 5-6 ദിവസത്തിൽ മനസ്സിലാവോ? സെറ്റിൽ കയറി കഴിഞ്ഞാൽ മനസ്സിലാവോ മോളോട്ടാണോ താഴോട്ടാണോ എന്നൊക്കെ? ഏറെക്കുറെ മനസ്സിലാവും. ചിലതൊക്കെ മനസ്സിലാവുകയില്ല. ഏത് രീതിയിലോട്ടാണോ പോകുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു വിശ്വാസത്തിന്റെ പുറത്തിലങ്ങ് ഇറങ്ങുന്നു. പക്ഷെ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അങ്ങേരെ കൂടെ കുറച്ചൊന്ന് മോണിറ്റർ ചെയ്യണ്ടേ? സ്ക്രിപ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയും ഒന്ന് ആലോചിക്കുന്നില്ല, ഇയാളെ കൊണ്ട് പറ്റുമോ ഇത് ചെയ്യാൻ? അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സും കൂടെ നടക്കുന്നില്ലേ സൈഡിൽ? അതൊന്നും പെട്ടെന്ന് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അതൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പറയുന്നതിനോടല്ലേ വിശ്വസിക്കുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കഥ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് നോ പറഞ്ഞ ആളാണ്, യെസ് പറഞ്ഞ ആളാണ്. അതാണ് ഡിഫറൻസ് പറയുന്നത്. ഫസ്റ്റ് കേൾക്കുമ്പോ കിട്ടൂല അത്. അപ്പൊ സുരേഷ് ജസ്റ്റ് ട്രസ്റ്റിൽ പോയതാണ്. ഇങ്ങനെ കണ്ടിട്ട് എന്തോ തോന്നി. എനിക്ക് മറ്റേ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് ഒരു റോബോട്ട് കിട്ടി, അത് കൊള്ളാലോ, അത്ര മാത്രമേ ചിന്തിച്ചോളൂ. പിന്നെ വായിച്ചപ്പോൾ ഫുൾ ഫണ്ണും. പക്ഷെ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എത്ര ഒരു 1000 സ്ക്രിപ്റ്റ് കേട്ട് തീർത്തിട്ടുണ്ടാവില്ല ഇത്രയും കൊല്ലങ്ങളിൽ. ഇതിപ്പോ ഒരു ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണോ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്നുള്ള രീതിയിൽ?
അല്ലെങ്കിൽ ഇത് ഒരു 100% ഒരു 50% 50% അങ്ങനെ 100% സ്ക്രിപ്റ്റ് എന്നുള്ളതൊന്നും ഈ ആർക്കും ഇല്ല. നമ്മളിപ്പോ ഞാൻ ചെയ്യുന്ന അപ്പൊ ഒരു കഥ കേൾക്കുമ്പോ നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോ ഒരു ഹുക്ക് ഉണ്ടല്ലോ, അത് കൊള്ളാലോ. പിന്നെ അവരുമായിട്ട് നിരന്തരം വേണമെങ്കിൽ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ കൊണ്ടുവരാനൊക്കെ പറ്റുള്ളൂ. അപ്പം എൻ്റെ അടുത്തൊന്നും പൂർണ്ണമായി ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെയാണ്. അതെ, ഇപ്പം കസ്തൂരിമാൻ എന്നുള്ള സിനിമ, അത് ലോകിയേട്ടൻ വന്ന് കഥ പറയുമ്പോൾ ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ, എന്താ സംഭവം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, ഏത് സീനുകളാണ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. പക്ഷെ പുള്ളി ലൊക്കേഷനിൽ വന്നിരുന്ന് അവിടെ ഇരുന്ന് എഴുതി കഴിയുമ്പോൾ ആ വരികൾ, ആ വാക്കുകൾ, അത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ ജീവിതം കാണാൻ പറ്റും, അല്ലെങ്കിൽ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ അറിയാൻ പറ്റും. അത് വേറെ ടൈപ്പ് ഓഫ് മാജിക്കാണ്. ട്രാഫിക്കിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല, അത് ഓൾറെഡി സ്ക്രിപ്റ്റ് ആയിക്കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങി. ഒരു വാക്ക് പോലും മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാവുള്ളൂ. ചിലത് അപ്പം സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമകൾ തുടങ്ങാറുണ്ട്, ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് സിനിമകൾ തുടങ്ങാറുണ്ട്. ചില സിനിമകൾ വിജയിക്കാറുണ്ട്, പരാജയപ്പെടുക, എല്ലാം എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക ഫോർമുല ഉണ്ടെന്നോ അല്ലെങ്കിൽ കറക്റ്റ് പരിപാടി ഉണ്ടെന്നോ എനിക്കറിയില്ല. ഇപ്പം ഇന്റർനാഷണൽ സിനിമകൾ നോക്കുകയാണെങ്കിലും പല ഡയറക്ടേഴ്സും പല രീതികളിലാണ് സിനിമ എടുക്കുന്നത്. ചിലര് സ്പോട്ടിൽ വന്നിട്ടാണ് ഇംപ്രൂവൈസ് ചെയ്യുന്നത്. ക്വിന്റൻ ടാരന്റിനോ ഒക്കെ സ്പോട്ടിൽ വന്നിട്ടാണ് ചെയ്യുന്നത്. ഡേവിഡ് ഫിഞ്ചർ ഒക്കെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് പല പല ഷോട്ട്, ചിലര് എത്രയോ ഷോട്ടുകൾ എടുത്തിട്ടായിരിക്കും ഒരു ഷോട്ടിൽ അതിന്റെ കറക്റ്റ് സാധനം കിട്ടുന്നത്. ചിലര് ഇംപ്രോംപ്റ്റു ആയിട്ട് എടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനുമായിട്ട് ചെയ്യുമ്പോൾ എന്റെ അടുത്ത് ഫുൾ ബൈൻഡർ സ്ക്രിപ്റ്റ്, അതിനുശേഷം പുള്ളി മാറ്റിയെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റ് കൊണ്ടല്ലോ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സ്റ്റൈലുണ്ടോ? ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിന്റെ സ്റ്റൈല കൂടുതൽ സൂട്ടഡ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാം ട്രൈ ചെയ്യണമെന്നല്ലേ ആഗ്രഹം. രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു സംഭവം പോകത്തില്ല. നമ്മൾക്ക് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് അറിയാത്തതാണ് ശരിക്കും അതിന്റെ ഒരു ത്രില്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ദിവസം നമ്മൾ കറവക്കാരനായിട്ടാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഏതെങ്കിലും കോർപ്പറേറ്റ് ആളായിട്ടായിരിക്കും നമ്മൾ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വേരിയേഷൻസും വെറൈറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമുക്കുള്ള ഹൈ എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന പാറ്റേണിലുള്ള ഒരു ഫിലിം മേക്കിംഗ് എന്നതിനേക്കാൾ അപ്പുറം ഏതെല്ലാം പാറ്റേണുകളിൽ സംഭവിക്കുന്നു അതിൽ ഭാഗമാകാനായിട്ട് ആണ് എല്ലാ ആക്ടേഴ്സും ശ്രമിക്കാറുള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പലർക്കും പല രീതികളാവും എന്നുള്ളേ ഉള്ളൂ. ചിലരുടെ മെത്തേഡ് ആക്ടിങ് ആയിരിക്കും, ചിലർ അവിടെ വന്നിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ആയിരിക്കും, ചിലർ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അങ്ങനെ പോയ ആളെ കണ്ട് അങ്ങനെയൊക്കെ പിടിച്ചിട്ടായിരിക്കും, ചിലർ നേരെ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് മനസ്സിലായാൽ മതി എങ്ങനെയായാലും. അല്ല, പക്ഷേ സുരാജ് ചേട്ടൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സുരാജ് ചേട്ടൻ്റെ അടുത്ത് ചില സിനിമയിലൊക്കെ പോകുമ്പോൾ ഡയറക്ടർ ഒരു ഫുൾ ട്രസ്റ്റാണ് സുരാജ് ചേട്ടനെ. സുരാജ് ചേട്ടന് ഏകദേശം ഒരു ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു തരുന്നല്ലാണ്ട് സുരാജ് ചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഇംപ്രവൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കാലത്ത്. അതിപ്പോൾ ഒരു സീരിയസ് റോൾസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുറേ കൂടി ഡ്രാമാറ്റിക് പെർഫോമൻസസ് ഒക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരു ട്രെയിനിങ് ഇപ്പോൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പിന്നെ അല്ല, ആ ഒരു ഇംപ്രവൈസേഷനിൽ ഉറപ്പായിട്ടും. ഞാൻ ആദ്യം ഇതിലൊന്നും തൊടാതെ മാറിയിരുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ട്രാഫിക്കാണ് എടാ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയൊന്നും വിചാരിച്ചിട്ട് പറയാത്ത അങ്ങനെ കുറേ മണ്ടത്തരം പറഞ്ഞപ്പോൾ പലതുമൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ ഒരു വിശ്വാസമായി. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇംപ്രവൈസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അത് സീരിയസ് അങ്ങനെ സംഭവിക്കും, കുറച്ചും കൂടി എക്സ്ട്രാ ഫ്രീഡം ഉണ്ടാവും. അതെ അതെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, ഇതിപ്പോൾ ഈ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 5-10 വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഇൻഡസ്ട്രിയിൽ രണ്ടുപേർക്കും ഒരു ടൈപ്പ് സ്റ്റീരിയോ ടൈപ്പിംഗ് നടന്ന 2 ആക്ടേഴ്സ് അല്ലേ. പക്ഷെ രണ്ടുപേരും ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദ വേ ബോത്ത് ഓഫ് യു ഹാവ് ബ്രോക്കൺ ദാറ്റ് സ്റ്റീരിയോ ടൈപ്പ് അല്ലേ. അതൊരു ഭയങ്കര ഒരു ബ്രില്യൻ്റ് ഒരു കാര്യമല്ലേ. എത്രയോ പേർക്ക് ഒരിക്കലും നടക്കാത്ത അവരുടെ ക്യാരക്ടർ എൻ്റെ വരെ നടക്കാത്തൊരു കാര്യമല്ലേ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ആ ഒരു ഫ്രീഡത്തിനെ പറ്റി എന്താണ് അതിൻ്റെ ഒരു, കാരണം ഇപ്പൊ ഏത് ക്യാരക്ടറും നിങ്ങൾക്ക് അല്ല. ചാക്കോ വെച്ചപ്പോ നേരത്തെ പഴയ പോലെ ഉള്ളത് പോലെ അല്ല. സമീപകാലത്തെ കുറേ സിനിമകൾ വന്ന് ഫുൾ ഇമേജ്, ഇപ്പൊ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ചോക്ലേറ്റ് ഇമേജ് അല്ല. അതുകൊണ്ട് ഇനി ഉത്തരവാദിത്വം കൂടെയല്ലേ എല്ലാവർക്കും. അല്ല, അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ സുരാജ് ചേട്ടനാണെങ്കിൽ ഒരു സമയം ഉണ്ടായിരുന്നില്ലേ, സുരാജ് ചേട്ടൻ സ്ക്രീനിൽ ആക്ഷൻ ഹീറോ പൊജിഷൻ ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ആദ്യം സുരാജ് ചേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ ആൾക്കാർ ചിരിക്കുകയാണ്. അതൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് മാറിയത്.
ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ സിനിമ എടുക്കുകയാണെങ്കിലും ആർക്കും ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലല്ലോ, കംപ്ലീറ്റ്ലി ആ ക്യാരക്ടർ മാത്രമേ കാണുന്നുള്ളൂ. ഇതാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഈ ഒരു സ്റ്റേജ് വരെ എത്തിക്കാനുള്ള അത് ഭയങ്കര ഒരു ടാസ്ക് അല്ലേ? വൺ ടാസ്കാ. ഈ എത്തുന്ന മാത്രമല്ല, നിലനിൽക്കാൻ അവിടെ ഒന്ന് നിലനിന്ന് പോകണമെങ്കിൽ വൻ ടാസ്കാ. അത് എങ്ങനെയൊക്കെ സംഭവിച്ചു, എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ അത്? ശ്രമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ പരാജയപ്പെട്ട ശ്രമങ്ങൾ ഒരുപാടുണ്ട്, വിജയിച്ച ശ്രമങ്ങളുണ്ട്. വിജയിച്ച ശ്രമങ്ങൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്തപ്പോഴാണ് അങ്ങനത്തെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ക്യാരക്ടേഴ്സും സിനിമകളും സംഭവിച്ചത്. അപ്പം അത് ഇനി മുമ്പോട്ട് അതിനേക്കാളും ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമകളും ക്യാരക്ടേഴ്സും കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണുള്ളത്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാനും സാധിക്കണം എന്നുള്ള ആഗ്രഹവും അല്ലേ? അതന്നെ സുരാജേട്ടൻ പറഞ്ഞ പോലെ അങ്ങോട്ട് വിളിച്ച് അവരുടെ അടുത്ത് പറഞ്ഞ് അല്ലേ, എനിക്ക് കുറച്ചും കൂടി സീരിയസ് റോള് തന്നോടെ, ഇങ്ങനത്തെ റോള് തന്നോടെ, അങ്ങനത്തെ ഒക്കെ ചോദിച്ച് പതുക്കെ ആയതല്ലേ അല്ലേ? കുറേ നമ്മൾ തന്നെ റിപ്പീറ്റേഷൻ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മടുപ്പ്, ഒരു ഇതല്ലല്ലോ, വേറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മാറി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും കോമഡിക്കാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടി എനിക്ക് അത് നിങ്ങൾ രാജു സാർ അതിലാണ് കുറേ കാലത്തിന് ശേഷം ഒരു ക്യാരക്ടർ മാറ്റി കിട്ടിയത്. സുരാജ് ചേട്ടൻ ഇപ്പോൾ ചാക്കോച്ചൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ ചോദിച്ചാണെങ്കിൽ ഏത് പറയും? വെച്ചാൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് കഴിഞ്ഞിട്ട് അനിത്യപ്രാവൊക്കെ കഴിഞ്ഞിട്ട് സീരിയസ് റോൾസ് ഒക്കെ പ്രോപ്പർ സീരിയസ് റോൾസ് ഒക്കെ ചെയ്ത സമയത്തൊക്കെ ഉള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാണ്? മറ്റത് കുറേ ഉണ്ട്. ആ സമയത്ത് നിറമൊക്കെ ലോകത്ത് ആർക്കും പറ്റില്ലല്ലോ ചെയ്യാൻ. പിന്നെ ഞാൻ നമ്മുടെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയിലെ ക്യാരക്ടർ കോമഡിയാ ചക്കഗോവൻ. പിന്നെ സീരിയസില് എനിക്ക് ഈ പടം ഇഷ്ടമായി, അഞ്ചാം പാതിര. പിന്നെ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ പടം ചാവേർ. പ്രതീക്ഷിക്കില്ല ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യും. ചാവേർ അങ്ങനെ റിവേഴ്സാ സുരാജ് ചേട്ടൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ ഹീറോ ബിജുവിലെ ആൻഡ്രോയിഡ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള സിനിമകൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ആദ്യം പറയുമ്പം മിക്കവരും സുരാജിൻ്റെ ആ ഒരു സീൻ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട്. അത് ഭയങ്കരമായിട്ട് ഉള്ളൊരു സംഭവമാണ്. പിന്നെ പുള്ളിപ്പുലി ആട്ടിൻകുട്ടിയാണെങ്കിലും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു പടം എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു ക്യാരക്ടറും സംഭവങ്ങളൊക്കെയാണ്. ഡ്രൈവിംഗ് ലൈസൻസിലാണെങ്കിലും കുറേ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കഴിഞ്ഞ ചാക്കോസിൻ്റെ അടുത്ത് ചോദിച്ച പോലെ ഒരു സിനിമ ഹിറ്റായ ഒരു ഫ്രൈഡേയും ഒരു ശരിയായിട്ട് പോവാത്തൊരു ഫ്രൈഡേയും തമ്മിൽ ഡിഫറൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞത് ഹിറ്റാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഇമോഷണലാവും. ഹിറ്റായില്ലെങ്കിൽ അന്ന് വാശിക്ക് പോയി 2 ദിവസം ഷട്ടിൽ കളിക്കുന്നു അല്ലേ? അത് മറക്കണവരെ ഷട്ടിൽ കളിക്കുന്നല്ലേ? സുരാജ് ചേട്ടൻ്റെ റുട്ടീൻ എന്താണ്? അന്ന് പറ്റാത്ത ഡയറക്ടറൊക്കെ ആലോചിച്ച് ഓഡിയൻസിനെ ആലോചിച്ചിട്ടായിരിക്കും അടിക്കണത് അല്ലേ? സുരാജ് ചേട്ടൻ എന്താണ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ? വെള്ളിയാഴ്ചയല്ലേ നമ്മൾ വന്നത്, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ടെൻഷനൊന്നുമില്ല, ആലോചിക്കാറില്ല അങ്ങനെ അധികം? ഇല്ല, നമുക്ക് പടം എല്ലാം നമ്മൾ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ചിലത് മൊത്തം സംവിധായകൻ്റെ കയ്യിലാണല്ലോ, അപ്പം ചിലത് പരാജയപ്പെടും. അതിലൊന്നിപ്പോൾ എന്താ പോയി ടെൻഷൻ ഉണ്ടാവും, ഇല്ലയെന്നും പറയില്ല. അങ്ങനെ ആ ദിവസം ഒരു റെസ്റ്റ്ലെസ് ആണ് കുറച്ചൊരു അല്ലേ? അറിയാം, അത് കുറച്ച് സമയം, അത് ഫുൾ ടൈം കൊണ്ട് നടക്കൊന്നുമില്ല. ചാക്കോച്ചനെ പറയാം 2 ഷട്ടിലൊക്കെ കളിച്ച്. ചാക്കോച്ചൻ എന്താ എന്നത്തെ കേസ് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ? ആ ഫ്രൈഡേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പൊട്ടി പടമെന്ന് വെച്ചു, ഇത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് മറ്റേ പടം ഞാൻ കണ്ടു. എന്ത് പറയും? പടം കണ്ടു, കുഴപ്പമില്ലടാ, ആശ്വസിപ്പിക്കലാണ് വേണ്ടാത്തത്. ചാക്കോച്ചനാണെങ്കിൽ എങ്ങനെയാ? റിലാക്സ്ഡ് ഒക്കെയാണ് ഇപ്പോൾ കുറച്ച് സെയിം ഫ്രൈഡേസ് ഇങ്ങനെ ആൾക്കാരൊക്കെ സിനിമ കൊള്ളില്ലെങ്കിൽ ഇപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയില്ലേ? സിനിമ നമ്മൾ എല്ലാവർക്കും ഉള്ള പോലെയുള്ള വിഷമങ്ങളൊക്കെ. അതിപ്പം വിഷമം ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊരു മെഷീനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മള് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ബേസിക്കലി. എല്ലാ വികാരങ്ങളും ഉണ്ട്. പിന്നെ അത് കുറെ അധികം തലയിൽ കയറ്റി വെക്കരുത്, അല്ലെങ്കിൽ മനസ്സിലോട്ട് മാത്രമേ ഉള്ളൂ. മൂവ് ഓൺ, യു ഹാവ് ടു മൂവ് ഓൺ. പിന്നെ നത്തിങ് ഈസ് ടെമ്പററി, നത്തിങ് ഈസ് പെർമനന്റ്. ഈ ഇതും കടന്നു പോകും,
മോശം സമയമാണെങ്കിൽ അതും കടന്നു പോകും, നല്ല സമയമാണെങ്കിൽ അത് കുറേ കാലം നീണ്ടു നിൽക്കണേ എന്ന് നമ്മൾ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കും. അത്രേ ഉള്ളൂ. സെയിം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലൈഫിലത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയ ആ ഒരു ഫ്രൈഡേ ഏത് ഫ്രൈഡേ ആയിരിക്കും? ഒരുപാട് ഫ്രൈഡേ ഉണ്ട്. അതിൽ മറക്കാൻ പറ്റാത്ത ഫ്രൈഡേ മായാവിയുടെ ഫസ്റ്റ് ഡേ. അന്ന് തന്നെ ലൈഫ് മാറി, അങ്ങനത്തെ ഒരു തോന്നലായിരുന്നു. ഞാൻ കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹലോ ഒക്കെ അതിന് മുമ്പല്ലേ? അതിനുശേഷം. ഓക്കെ. അപ്പോൾ ചെയ്യുന്ന പടമായിരുന്നു. ഞാൻ വേറൊരു പടത്തിൽ അഭിനയിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ അതിൽ ചാൻസ് ഇല്ലാതെ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യും, ഭയങ്കര ടെൻഷൻ അടിച്ച് നിന്നപ്പോൾ ഒരാൾ പറയുന്നു, ഇങ്ങനെ ഇവിടെ എറണാകുളത്ത് വേറൊരു പടം നടപ്പുണ്ട്, ആൻഡ്രോ ചേട്ടനെ ഒന്ന് വിളിക്ക്. അപ്പോൾ ആൻഡ്രോ ചേട്ടനെ വിളിക്കുന്നു, മമ്മൂക്ക ഉണ്ടെന്ന് പറഞ്ഞു. മമ്മൂക്കയെ വിളിക്കുന്നു. ആൾ ഫിക്സ് ആയില്ല, ഞാൻ വരട്ടാന്ന് ചോദിക്കുന്നു. ജസ്റ്റ് റാഫി സാർ പറയുന്നു, വരാൻ പറയുന്നു. നേരെ കയറി ഇവിടെ വരുന്നു, അഭിനയിക്കുന്നു. ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളിയാഴ്ച ഫുൾ മാറി. ചാക്കോച്ചനോ? അനിത്യപ്രഭ ആണെങ്കിൽ ശരി, പക്ഷെ അത് രണ്ട് രീതിയിൽ എനിക്ക് കാണേണ്ടി വരും. കാരണം അനിത്യപ്രഭ ചെയ്യുന്ന സമയത്ത് സിനിമ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫെയ്റ്റ് എന്തായിരുന്നാലും അത് എന്നെ ഒരു രീതിയിലും ബാധിക്കുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു, ഒരു സമയമായിരുന്നു, ഒരു പ്രായമായിരുന്നു. എനിക്കൊന്ന് സിനിമയിൽ വന്നതിന് ശേഷം സിനിമയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ സിനിമയിൽ നിലനിൽക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. രണ്ടാമത് വന്നപ്പോൾ അങ്ങനെ ശരിക്കും ആഗ്രഹിച്ചാണ്. അതെ, അങ്ങനെ വാശി എന്നുള്ളതല്ല, ആഗ്രഹവും വാശി ഉണ്ടായിരിക്കാം ജനുവിനിൽ. അതെ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ ഒരു സ്നേഹം, അത് തിരിച്ചറിഞ്ഞതിൻ്റെ ഒരു ആവേശവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് ആ സ്നേഹം നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ആ സ്നേഹം ഇരട്ടിയായിട്ട് വേണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തിരിച്ചു വന്നപ്പോൾ അതാണ് ഗുലുമാൽ ഓക്കെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ ചെയ്യാത്ത തരത്തിലുള്ളൊരു കഥാപാത്രം എന്നുള്ള രീതിയിലും ഒരു ഔട്ട്സ്റ്റാൻഡിങ് മൂവി എന്നുള്ള രീതിയിലും പെട്ടെന്ന് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ് ട്രാഫിക് എന്നുള്ള സിനിമ. ഇൻഡസ്ട്രി മാറ്റിയ സിനിമയല്ലേ? കാരണം അത് ഞാൻ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഞാനത് നേരിട്ട് കണ്ട് അത് മനസ്സിലാക്കി അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ആൾക്കാർ ആദ്യം കാണുമ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആൻഡോ ചേട്ടനുണ്ട്, ആൻഡോ ജോസഫ്, പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി ആദ്യം സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങനെയൊക്കെ നേരെ ഇരിക്കാൻ തുടങ്ങി. ഇൻ്റർവെലൊക്കെ പുള്ളി കൊള്ളാമല്ലോ, അത് കഴിഞ്ഞിട്ടൊക്കെ പുള്ളി ഇങ്ങനെയൊക്കെ ഇരുന്ന്. അപ്പോൾ അത് നമുക്ക് ഒരു പടത്തിൻ്റെ ഒരു സംഭവം മാറുന്നത് എങ്ങനെയാണെന്നുള്ള മനസ്സിലാവും. പിന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമ തീർന്നു കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റോളം ആൾക്കാർ നിർത്താതെ എണീറ്റ് നിന്ന് കൈയടിക്കുന്നതിൻ്റെ ഒരു ഫീൽ ഞാൻ നേരത്തെ വിട്ടുപോയത ഒരു. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ട്രാഫിക് ആയിരിക്കും ആ രീതിയിൽ ഇമോഷണലി ആ ഒരു സന്തോഷം പറയാൻ സാധിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇന്റർവ്യൂ. അല്ലേ, ലുക്കിംഗ് ഫോർവേഡ് ടു ദ മൂവി. തീർച്ചയായിട്ടും ജൂൺ 14 ഈ സിംഹത്തെ ഞങ്ങൾ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. കുടുംബസമയത്ത് എല്ലാവരും വന്ന് കാണുക, എൻജോയ് ചെയ്യുക. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഫൺ മൂവി. അത് നമ്മൾ പല ലേയേഴ്സ് അതിലോട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഹ്യൂമറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു എന്റർടൈനർ മൂവി തന്നെയാണ്. സർവൈവൽ ത്രില്ലർ കോമഡി പുതിയ ഞങ്ങൾ അതെ ചെയ്യാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ജൂൺ 14